Hey guys, welcome back to my YouTube channel. Guys, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വയനാട് വ്ലോഗാണ്. വയനാട് നമ്മൾ ആന്റിയുടെ വീട്ടിൽ വന്നേക്കുന്നത്, അതിന്റെ ഒരു വ്ലോഗായിരിക്കും ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് കുറെ നാൾ കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ്. സോ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കുറെ നാളായി, അതുപോലെ കുറെ നാളെ വയനാട് ആന്റിയുടെ വീട്ടിൽ വരാമെന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ വന്നതാണ്. അപ്പോൾ ഇവിടെ ഹോം സ്റ്റേക്ക് അവൈലബിൾ ആണ് കേട്ടോ ആന്റിയുടെ വീട്ടിൽ. നമുക്ക് ആന്റി വീട്ടിൽ ചേട്ടനാണ്, എൻ്റെ ബ്രദറാണ്. ആന്റി സെറ്റാക്കിക്കണ പൊക്കത്താണ്. നമുക്ക് പൊക്കത്തിൽ പോകും. Passion fruit ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. Passion fruit. പാഷൻ ഫ്രൂട്ട് ഉണ്ടാക്കി കിടക്കണം. മൊത്തം പാഷൻ ഫ്രൂട്ടാണ് ഇത് കിടക്കുന്നത്. അങ്ങോട്ടൊക്കെ നോക്കി സൺറൈസ് കണ്ടിരിക്കാൻ വേണ്ടി നല്ലൊരു അടിപൊളി ഓപ്പൺ ടെറസ് ഉണ്ട് ഇവിടെ. ഇവിടെ ആനയുടെയൊക്കെ കാലാണ് ഇവിടെ കാണുന്നത്. നമ്മൾ മാങ്ങയൊക്കെ പറിച്ച് കഴിഞ്ഞാൽ നമുക്ക് കപ്പ വരും. ഗൈസ്, ഏത്തക്കായൊക്കെ ഉണ്ടായിരുന്നുണ്ട്. ഇവിടെ കപ്പ പറിക്കാൻ പോവാണ്. നമുക്ക് മാങ്ങ പേരയ്ക്ക കിട്ടി. തണുപ്പുണ്ട്. നമ്മളിവിടുത്തെ പള്ളിയിലേക്ക് പോവാണ്. നമുക്ക് പോവാം. നമുക്ക് പള്ളിയിലേക്ക് വന്ന് നമ്മൾ പ്രാർത്ഥിച്ച് വീട്ടിലേക്ക് പോവാം.
വീട്ടിലേക്ക് പോവാണ്. നല്ല തണുപ്പാട്ട് ഇവിടെയൊക്കെ. പാട്ട് തണുത്തിട്ട് നല്ല കാലാവസ്ഥ, മഴയൊക്കെ പെയ്ത്, ചെറിയ പൊടിമഴയൊക്കെ പെയ്ത് നല്ലൊരു കാലാവസ്ഥ സമയത്ത് വന്നാണ് നമ്മൾ പറഞ്ഞത്. ചേച്ചി ബിരിയാണി സ്പെഷ്യൽ വയനാടൻ കപ്പ് ബിരിയാണിയാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എല്ലാം ഉറങ്ങാൻ പോവാണ്. രാവിലെ കാണാം. ഗൈസ്, അപ്പം എൻ്റെ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ബാണാസുര ഡാമിലും തിരുവേണിയിലൊക്കെ പോയിട്ട് വരാം. സോ നമുക്ക് പോവാം. ഗൈസ്, അപ്പം നമുക്ക് പോവാം. ഗൈസ്, അപ്പം നമുക്ക് ജീപ്പില് പോവാം. ഗൈസ്, അപ്പം നമ്മൾ ഫൈനലി തിരുനെല്ലിയിലെത്തി. ഇവിടെ വളരെ പഴക്കമുള്ള അമ്പലമാണ്. അതായത് പാപനാശികളൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ആൾക്കാർ കൂടുതൽ വരുന്നത്. വഴിക്കൂടി ആ ഭാഗത്ത് പോകുന്നു. പക്ഷെ അവിടെ ഇറങ്ങാൻ ശ്രദ്ധിക്കണം. അതവിടെ മര്യാദ കട്ടോലെ കൊടുത്തൂടെ. പാപനാശിനിയാണ് തിരുനെല്ലി അമ്പലത്തിൽ നിന്നുള്ള വ്യൂ. ഗൈസ്, അപ്പൊ നമുക്ക് അടുത്ത പ്ലേസിലേക്ക് പോവാം. ഞങ്ങൾ ഈ സ്പോട്ടിൽ ചെന്നപ്പോൾ ചെറിയൊരു മഴ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കാണാൻ നല്ല രസമായിരുന്നു. ഗൈസ്, അപ്പം നമ്മൾ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോകുന്നതിൻ്റെ റോഡ് ട്രിപ്പാണ് കാണുന്നത്. നമ്മൾ പോയിക്കൊണ്ടിരുന്നപ്പോൾ ആനേനെയും മയിലിനെയും മാനിനെയും കുരങ്ങനെയും കണ്ടായിരുന്നു. അതിന്റെ ക്ലിപ്സാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ഗൈസ്, അപ്പോൾ നമ്മൾ ഉണ്ണിയേട്ടൻ്റെ കടയിൽ നിന്ന് ഉണ്ണിയപ്പമൊക്കെ വാങ്ങിച്ച് മാനയൊക്കെ കണ്ട് പിന്നെ കുരങ്ങന്മാരെ കണ്ടിട്ട് പോവാണ് അടുത്ത പ്ലേസിലേക്ക്. ഗൈസ്, ഇപ്പൊ നമ്മൾ പരശീട്ടം സമരചരിത്രം, രണ്ടാമത്തെ പരശു വിപ്ലവം, നമ്മളെന്താ പറയാ, അവിടെ വരെ പോയിട്ടില്ല ഇതുവരെ.
അമ്പും അമ്പും മില്ലുമാണ് നമ്മൾ കാണുന്നത്. അമ്പും മില്ലും. ഗൈസ്, നമ്മളിപ്പോൾ പരിശുദ്ധോമിലെ മ്യൂസിയമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നാണയത്തിന് ക്യാൻഡിൽ ഇതാണ് നമ്മുടെ പഴശ്ശിയുടെ അത്തിപ്പഴം. ബാണാസുര ഡാമിലേക്ക് പോവാണ്. പരിശുദ്ധോമിൽ നമ്മൾ ബാണാസുര ഡാമിലേക്ക് പോവാണ്. ഫ്രണ്ടിലാണ് നമുക്ക് ഡാമിലേക്ക് ട്രാവൽ. ഗൈസ്, അപ്പോൾ ബാണാസുര ഡാമിൽ ഒരുപാട് വാട്ടർ സ്പോർട്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മഴ ആയതുകൊണ്ട് നമുക്ക് കയറാൻ പറ്റിയില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് വീട്ടിലേക്ക് പോവാം. ദോശയും സ്പെഷ്യൽ സിൽവാൻഡി സ്പെഷ്യൽ ചമ്മന്തിയൊക്കെ. അപ്പൊ നമ്മള് ബാണാസുര ഡാമിലൊക്കെ പോയി തിരിച്ചു വന്ന് കുറച്ച് നേരം കിടന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് താഴത്തോട്ട് പോവാണ്. സിരിയയിൽ നല്ല അടിപൊളിയായിട്ടുള്ള നെയ്ച്ചോറൊക്കെ നമുക്ക് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാം. നമ്മൾ അടിപൊളിയായിട്ടുള്ള വയനാട് സ്പെഷ്യൽ ചായയാണ് കുടിക്കുന്നത്. ഗൈസ്, ഇപ്പം നമ്മൾ ആൻറ്റിയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. ആ വീടിൻ്റെ ഹോം ടൂറാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഗൈസ്, നമ്മൾ ഈ വീട്ടിൽ ഒരുപാട് ആൻറ്റിക് കളക്ഷൻസും ആർട്ട് വർക്ക്സ് ഒക്കെ കണ്ട്. ഈ വീട്ടിലെ അങ്കിള് ഭയങ്കര ക്രിയേറ്റീവ് മൈൻഡായിട്ടുള്ള അങ്കിളാണ്. മ്യൂസിയത്തിലേക്ക് പരക്കുള്ള വൈബാണ്. ഹിബ്രു ഭാഷയിലുള്ള ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. ഇനി ഒരു അടിപൊളി പുത്തൻ വീഡിയോ ആയിട്ട് നമ്മൾ ഇനി വരും. അതുവരെയും